ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. കരുത്തുറ്റ നേതാക്കളാണ് ബി.ജെ.പി. മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുമ്പോൾ പത്തനംതിട്ടയിൽ യുവനിരയിൽ നിന്നുള്ള അനിൽ ആന്റണി മത്സരത്തിന് കോപ്പുകൂട്ടുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ കന്നി അംഗത്തിനിറങ്ങുന്ന എം.എൽ. അശ്വിനിയും വിജയത്തിന് കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷയോടെ ബി.ജെ.പി. നോക്കിക്കാണുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അവിടേക്കാണ് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ കടന്നുവരവ്. മാധ്യമ മേഖലയിൽ ഉൾപ്പെടെ തന്റെ സ്വാധീനം അറിയിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ ഇത്തവണത്തെ പ്രധാന മുഖങ്ങളിൽ ഒന്നാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി നിക്ഷേപകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് അദ്ദേഹം. വ്യവസായി, മാധ്യമ ഉടമ, പൊതുപ്രവർത്തകൻ എന്നിങ്ങനെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വ്യാപിച്ചു കിടക്കുന്നു. വ്യവസായ രംഗത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ യാത്ര ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് i486 പ്രൊസസർ രൂപകൽപ്പന ചെയ്ത ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായ BPL മൊബൈൽ സ്ഥാപിക്കുന്നതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. പാർലമെന്റ് അംഗമെന്ന നിലയിൽ ദേശീയ സുരക്ഷ, സാങ്കേതിക നവീകരണം, ഭരണ പരിഷ്കരണങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾക്കായി ശക്തമായി വാദിച്ച വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നിങ്ങനെ ലക്ഷ്യമിട്ടുള്ള സംരംഭകത്തിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. കൂടാതെ വിരമിച്ച സൈനികരെയും ഒരിക്കലും കൈവിടാതെ അദ്ദേഹം മുറുകെ പിടിച്ചു. 2007 ചിക്കാഗോയിലെ ഇലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ IIT ഗ്ലോബൽ സർവീസ് അവാർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ പലതാണ്. 2017 ഇന്ത്യ ടുഡേ മാഗസിൻ രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ 50 ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതിൽ 41ാം സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി പത്തനംതിട്ടയിലും ഇത്തവണ ജയം ഉറപ്പിക്കുക ലക്ഷ്യമിട്ട് തന്നെയാണ് അനിൽ ആന്റണിയെ ബി.ജെ.പി. രംഗത്തിറക്കിയിരിക്കുന്നത്. മുമ്പ് പലവട്ടം കയ്യകലത്ത് നിന്ന് നഷ്ടമായ ലോക്സഭാ സീറ്റ് ഇക്കുറി നേടിയെടുക്കാൻ അനിൽ തന്നെയാണ് നല്ല സ്ഥാനാർത്ഥിയെന്ന് ബി.ജെ.പി. ഉറപ്പിച്ചത് പല ഘട്ടങ്ങൾ കൊണ്ടാണ്. പാർലമെന്റിൽ ശബ്ദിക്കാൻ കഴിയുന്ന, അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന യുവനിര വരണമെന്ന താല്പര്യവും ഒരു പരിധിവരെ ഇതിന് പിന്നിലുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവായതിന് ഉപരി യുവജനങ്ങളുടെ പൾസ് അറിയുന്ന, അവരുടെ വിഷയങ്ങൾ അഭിസംബോധന ചെയ്യാൻ കെൽപ്പുള്ള പ്രതിനിധി എന്ന നിലയിലാണ് അനിൽ ആന്റണിയുടെ പ്രസക്തി. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയാണ് തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി അന്താരാഷ്ട്ര വേദികളിൽ അനിൽ ആന്റണി സജീവമായി പങ്കെടുക്കുകയും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് 2023, യൂറോപ്യൻ യൂണിയൻ വിസിറ്റർ പ്രോഗ്രാം 2022, ഓസ്ട്രേലിയ ഇന്ത്യ യൂത്ത് ഡയലോഗ് 2022, ജപ്പാൻ വിദേശകാര്യ മന്ത്രാലയം ഫ്യൂച്ചർ ഗ്ലോബൽ ലീഡർ തുടങ്ങിയ പരിപാടികളിൽ അദ്ദേഹം ഭാഗമാവുകയും ചെയ്തിരുന്നു. ഇനി കേരളത്തിന്റെ വടക്കേറ്റമായ കാസർഗോഡ് മണ്ഡലം പിടിക്കാൻ ബി.ജെ.പി. ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു വനിതാ നേതാവിനെയാണ്. സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം കാസർഗോഡ് മണ്ഡലത്തിൽ പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവിന് കൊടുത്ത അംഗീകാരം കൂടിയായിരുന്നു ഈ പ്രഖ്യാപനം. പൊതുപ്രവർത്തനത്തിന്റെ ഏത് തട്ടിൽ ഉള്ളവരായാൽ പോലും അവർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കണമെന്ന സന്ദേശമാണ് അശ്വനിയുടെ സ്ഥാനാർത്ഥിത്വം ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലർ പദവിയിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള മത്സരവേദിക്ക് കടക്കുമ്പോൾ അശ്വിനിയെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയല്ല. മഞ്ചേശ്വരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ എം.എൽ. അശ്വിനി അർപ്പണബോധവും പ്രദേശത്തെ ജനകീയ പിന്തുണയുമുള്ള വനിതാ നേതാക്കളിൽ ഒരാളാണ്. 6 ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവ് എന്ന നിലയിലും ബഹുഭാഷ പ്രാസംഗിക എന്ന നിലയിലും അവർ കാസർഗോഡുകാർക്ക് സുപരിചിതയാണ്. ദേശീയ തലത്തിൽ മഹിളാ മോർച്ചയുടെ പ്രധാന നേതാവ് കൂടിയാണ് അശ്വിനി. ബംഗളൂരുവിലാണ് ജനിച്ചു വളർന്നത്. അധ്യാപികയായി വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്ത പരിചയവും അശ്വിനിക്ക് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മലയാളം കൂടാതെ കന്നഡ അടക്കമുള്ള സംസാരിക്കുന്നവരുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള അശ്വിനിയുടെ മികവ് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.